ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 44-ാം ദശകമാണ് വായിക്കാൻ പോകുന്നത്. നാമകരണവും ജാതകഫലകഥനവും എന്നതാണ് ഈ ദശകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഒന്നാമത്തെ ശ്ലോകം. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. അർത്ഥം: വിഭോ ഹൃദ്ഗതഹോരാതത്വഃ ഗർഗമുനിഃ. അല്ലയോ സർവശക്ത, ജ്യോതിശാസ്ത്രതത്വം ഹൃദിസ്ഥമായിട്ടുള്ള ഗർഗമഹർഷി, ഗൂഢം വസുദേവഗിര, ഗൂഢമായി വസുദേവൻ പറഞ്ഞ വാക്കുമൂലം നിഷ്ക്രിയസ്യത്തെ സംസ്കാരാൻ കർത്തും, കർമ്മബന്ധമില്ലാത്ത നിന്തിരുവടിക്ക് നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ ത്വദ്ഗൃഹം ഗതവാൻ, അവിടുത്തെ മന്ദിരത്തിലേക്ക് വന്നു. രണ്ടാമത്തെ ശ്ലോകം. നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വത്സംസ്കാരാൻ വിധാതുമുത്സുകധീ. അർത്ഥം: അഥ നന്ദഃ നന്ദിതാത്മാ, പിന്നീട് നന്ദഗോപൻ സന്തുഷ്ടഹൃദയനായി, ത്വത്സംസ്കാരാൻ വിധാതും ഉത്സുകധീഹി, അങ്ങയ്ക്ക് നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ ഔത്സുക്യത്തോടെ യമിനാം വൃന്ദിഷ്ടം അമും മാനയൻ, മുനിമാരിൽ വെച്ച് അതിശ്രേഷ്ഠനായ ഈ ഗർഗമുനിയെ മാനിക്കുന്നവനായിട്ട്, മന്ദസ്മിത ആർദ്രം ഊജേ, അദ്ദേഹത്തോട് പുഞ്ചിരി തൂകിക്കൊണ്ട് അഭ്യർത്ഥിച്ചു. മൂന്നാമത്തെ ശ്ലോകം. യദുവംശാചാര്യത്വാത് സുനിഭൃതമിതമാര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗത പുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. അർത്ഥം: ആര്യ മഹാത്മൻ യദുവംശാചാര്യത്വാത്, യദുകുലത്തിൻ്റെ ആചാര്യത്വം എനിക്കുള്ളതുകൊണ്ട്, ഇതം സുനിഭൃതം കാര്യം, ഈ സംസ്കാരകർമ്മം അത്യന്തം ഗൂഢമായി ചെയ്യണം, ഇതി കഥയൻ ഗർഗഃ നിർഗതപുളകഃ എന്നു പറഞ്ഞുകൊണ്ട് ഗർഗമുനി രോമാഞ്ചമണിഞ്ഞു. സാഗ്രജസ്യ തവ നാമാനി ചക്രേ, ജ്യേഷ്ഠനോടുകൂടിയ നിന്തിരുവടിക്ക് പേരിട്ടു. നാലാമത്തെ ശ്ലോകം. കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്തനാംനോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമ നാമരഹസി വിഭോ. അർത്ഥം: സഹസ്രനാംനഃ ഹി അനന്തനാംനഃ വാ അസ്യ, പ്രസിദ്ധി അനുസരിച്ച് 1000 നാമങ്ങളുള്ളവനോ എണ്ണമറ്റ നാമങ്ങളുള്ളവനോ ആയ ഇവന് കഥം നാമകുറുവേ, എങ്ങനെ ഞാൻ പേരിടും, ഇതി നാമനൂനം ഗർഗമുനിഹി എന്ന് വിചാരിച്ചിട്ടു തന്നെ ആയിരിക്കണം ഗർഗമഹർഷി വിഭോ തവ നാമരഹസി ചക്രേ, പ്രഭോ നിന്തിരുവടിയുടെ നാമകരണം ഏകാന്തത്തിൽ വെച്ച് നിർവഹിച്ചത്. അഞ്ചാമത്തെ ശ്ലോകം. കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദഘകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമതേ വ്യതനോത്. അർത്ഥം: കൃഷിധാതുണകാരാഭ്യാം, കൃഷ് എന്ന ധാതു കൊണ്ടും നകാരം കൊണ്ടും, സത്ത് ആനന്ദാത്മതാം അഭിലപത് കില, സത്ത ആനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായതോ, ജഗദഘകർഷിത്വം കഥയത്വാ, ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതോ ആയ കൃഷ്ണനാമ ഋഷിഹിതേ വ്യതനോത്, കൃഷ്ണൻ എന്ന പേര് മഹർഷി നിന്തിരുവടിക്ക് നൽകി. ആറാമത്തെ ശ്ലോകം. അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവന്നഗ്രജേ ച രാമാദീൻ
അതിമാനുഷാനുഭാവം ന്യഗതത്വാമ പ്രകാശയൻ പിത്രേ. അർത്ഥം: ഋഷി അന്യാൻ നാമഭേദാൻ ച, ഗർഗമുനി മറ്റുള്ള വാസുദേവാദി നാമവിശേഷങ്ങളെയും അഗ്രജേ രാമാദീൻ ച വ്യാകുർവൻ, ജ്യേഷ്ഠനിൽ രാമാദി നാമങ്ങളെയും വ്യാകരിക്കുന്നവനായിട്ട്, അന്വർത്ഥത കാണിക്കുന്നവനായിട്ട്, പിത്രേത്വാം അപ്രകാശയൻ, അച്ഛന് നന്ദഗോപന് നിന്തിരുവടിയെ ഈശ്വരനാണെന്ന് വെളിപ്പെടുത്താതെ, അതിമാനുഷാനുഭാവം ന്യഗതത്, മനുഷ്യർക്കില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനാണെന്ന് മാത്രം പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു. 7ാമത്തെ ശ്ലോകം. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായികൈ പുനഃശോകൈ, ദ്രുഹ്യതി യസ്സതു നശ്യേദിത്യവദത്തേ മഹത്വമൃഷിവർയ. അർത്ഥം: യഹ തവ പുത്രേ സ്നിഹ്യതി, യാതൊരുവൻ അങ്ങയുടെ മകനിൽ സ്നേഹം പുലർത്തുന്നുവോ, സഹ പുനഃ മായികൈഹി ശോകൈഹി ന മുഹ്യതി, അവൻ പിന്നെ ഒരിക്കലും മായ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ നിമിത്തം മോഹിക്കുന്നില്ല. യഹ തവ പുത്രായ ദ്രുഹ്യതി, യാതൊരുവൻ അങ്ങയുടെ മകന് ദ്രോഹം ചെയ്യുന്നുവോ, സതു നശ്യേത്, അവനാകട്ടെ നശിച്ചു പോകും. ഇതി തേ മഹത്വം ഋഷിവര്യഃ അവദത്, എന്നിങ്ങനെ നിന്തിരുവടിയുടെ മാഹാത്മ്യം മഹർഷി പുങ്കവൻ ഗർഗൻ പറഞ്ഞു. 8ാമത്തെ ശ്ലോകം. ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലത്പദം, ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിമൃഷിരൂചേ. അർത്ഥം: അയം ബഹുതരദൈത്യാൻ ജേഷ്യതി, ഈ ഉണ്ണി വളരെയധികം അസുരന്മാരെ ജയിക്കും. നിജബന്ധുലോകം അമലപദം നേഷ്യതി, തൻ്റെ ഇഷ്ടജനങ്ങളെ ദുഃഖരഹിതമായ സ്ഥാനത്തിൽ എത്തിക്കും. അസ്യ സുവിമല കീർത്തിഹി ശ്രോഷ്യസി, ഈ ഉണ്ണിയുടെ അത്യന്തം നിർമ്മലങ്ങളായ കീർത്തികൾ അങ്ങ് കേൾക്കും. ഇതി ഭവത് വിഭൂതിം ഋഷിഹി ഊജേ, എന്നിങ്ങനെ നിന്തിരുവടിയുടെ മഹിമാവ് ഗർഗമഹർഷി പറഞ്ഞുകൊടുത്തു. 9ാമത്തെ ശ്ലോകം. അമുനൈവ സർവദുർഗം തരിതാസ്ഥകൃതാസ്ഥമത്ര തിഷ്ടധ്വം, ഹരിരേവേത്യനഭിലപന്നിത്യാദി ത്വാമവർണയത് സമുനി. അർത്ഥം: അമുനായേവ സർവദുർഗം തരിതാസ്ഥ, ഈ ഉണ്ണിയെ കൊണ്ടു തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ തരണം ചെയ്യും. അത്ര കൃതാസ്ഥം തിഷ്ടധ്വം, ഈ ഉണ്ണിയിൽ ആദരവോടുകൂടി ഇരുന്നു കൊള്ളുവിൻ. ഇത്യാദി, ഇങ്ങനെയെല്ലാം. ഹരിഹിയേവ ഇതി അനഭിലപൻ, അവിടുന്ന് ശ്രീഹരി തന്നെ എന്ന് തുറന്നു പറയാതെ, സഹ മുനിഹി ത്വാം അവർണയത്, ആ ഗർഗമഹർഷി നിന്തിരുവടിയെപ്പറ്റി വർണ്ണിച്ചു. 10ാമത്തെ ശ്ലോകം. ഗർഗേത നിർഗതേസ്മിൻ നന്ദിതനന്ദാതിനന്ദ്യമാനസ്ത്വം, മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. അർത്ഥം: ശ്രീമരുത്പുരാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, അസ്മിൻ ഗർഗേ നിർഗതേ അഥ, ഈ ഗർഗമുനി പോയ ശേഷം, നന്ദിത നന്ദാതി നന്ദ്യമാനഃ ത്വം, സന്തുഷ്ടരായ നന്ദഗോപാദികളാൽ അഭിനന്ദിച്ചോമനിക്കപ്പെടുന്ന നിന്തിരുവടി, ഉദ്ഗത കരുണഃ മദ്ഗതം നിർഗമയ, ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ എൻ്റെ രോഗം മാറ്റിത്തരേണമേ. ഭഗവാന്റെ നാമകരണവും ജാതക ഫല കഥനവുമാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ അർത്ഥങ്ങൾ കൂട്ടി വായിക്കുമ്പോഴുണ്ടാകുന്ന ആ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അലയോ സർവശക്ത, ജ്യോതിശാസ്ത്ര തത്വം ഹൃദിസ്ഥമായിട്ടുള്ള ഗർഗമഹർഷി ഗൂഢമായി വസുദേവൻ പറഞ്ഞ വാക്കുമൂലം കർമ്മബന്ധമില്ലാത്ത അവിടുത്തേക്ക് ഭഗവാന്
നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ ഭഗവാന്റെ ഗൃഹത്തിൽ അല്ലെങ്കിൽ മന്ദിരത്തിലേക്ക് വന്നു. പിന്നീട് നന്ദഗോപൻ സന്തുഷ്ടഹൃദയനായി അങ്ങയ്ക്ക് നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ അത്യൗത്സുക്യത്തോടെ മുനിമാരിൽ വെച്ച് അതിശ്രേഷ്ഠനായ ഈ ഗർഗമുനിയെ മാനിക്കുന്നവനായിട്ട് അദ്ദേഹത്തോട് പുഞ്ചിരി തൂകിക്കൊണ്ട് അഭ്യർത്ഥിച്ചു. മഹാത്മൻ, യദുകുലത്തിൻ്റെ ആചാര്യത്വം എനിക്കുള്ളതുകൊണ്ട് ഈ സംസ്കാരകർമ്മം അത്യന്തം ഗൂഢമായി ചെയ്യണം. അതെന്തുകൊണ്ടെന്നാൽ ഗർഗമുനി നാമകരണം ചെയ്തു എന്നറിഞ്ഞാൽ കുട്ടി യദുകുമാരനാണെന്ന് കംസന് സംശയമുണ്ടാകും. വിശേഷിച്ചിട്ട് വസുദേവരും നന്ദഗോപരും തമ്മിലുള്ള സുഹൃത് ബന്ധവും എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഈ നാമകരണ സംസ്കാരം ഗൂഢമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗർഗമുനി രോമാഞ്ചമണിഞ്ഞു. ജ്യേഷ്ഠനോടുകൂടിയ, അതായത് ബലരാമനോടുകൂടിയ ഭഗവാന് പേരിട്ടു. പ്രസിദ്ധി അനുസരിച്ച് 1000 നാമങ്ങളുള്ളവനോ എണ്ണമറ്റ നാമങ്ങളുള്ളവനോ ആയ ഇവന് എങ്ങനെ ഞാൻ പേരിടും എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ഗർഗമഹർഷി പ്രഭോ നിന്തിരുവടിയുടെ നാമകരണം, ഭഗവാന്റെ നാമകരണം ഏകാന്തത്തിൽ വെച്ച് നിർവഹിച്ചത്. കൃഷ് എന്ന ധാതു കൊണ്ടും നഗാരം കൊണ്ടും സത്ത ആനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായതോ ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതോ ആയ കൃഷ്ണൻ എന്ന പേര് മഹർഷി നിന്തിരുവടിക്ക് നൽകി, ഭഗവാന് നൽകി. ഗർഗമുനി മറ്റുള്ള വാസുദേവാദി നാമവിശേഷങ്ങളെയും ജ്യേഷ്ഠനിൽ രാമാദി നാമങ്ങളെയും വ്യാകരിക്കുന്നവനായിട്ട്, അതായത് അർത്ഥത്തെ കണ്ടിട്ട് അന്വർത്ഥത കാണിക്കുന്നവനായിട്ട് അച്ഛന് നന്ദഗോപന് ഭഗവാൻ ഈശ്വരനാണെന്ന് വെളിപ്പെടുത്താതെ മനുഷ്യർക്കില്ലാത്ത അതിമാനുഷഭാവം ആണെന്ന് മാത്രം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. യാതൊരുവൻ അങ്ങയുടെ മകനിൽ സ്നേഹം പുലർത്തുന്നുവോ, അതായത് ഭഗവാനിൽ സ്നേഹം പുലർത്തുന്നുവോ, അവൻ പിന്നെ ഒരിക്കലും മായ കൊണ്ടുണ്ടാകുന്ന ദുഃഖം നിമിത്തം മോഹിക്കുന്നില്ല. യാതൊരുവൻ ഭഗവാനെ, അതായത് അങ്ങയുടെ മകനെ ദ്രോഹം ചെയ്യുന്നുവോ അവനാകട്ടെ നശിച്ചു പോകും. എന്നിങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യം മഹർഷി പുങ്കവൻ ഗർഗൻ പറഞ്ഞു. ഈ ഉണ്ണി വളരെയധികം അസുരന്മാരെ ജയിക്കും. തൻ്റെ ഇഷ്ടജനങ്ങളെ ദുഃഖമില്ലാത്ത സ്ഥാനത്തേക്ക് എത്തിക്കും. ഈ ഉണ്ണിയുടെ അത്യന്തം നിർമ്മലങ്ങളായ കീർത്തികൾ അങ്ങ് കേൾക്കും. എന്നിങ്ങനെ ഭഗവാന്റെ മഹത്വം ഗർഗമഹർഷി പറഞ്ഞു കൊടുത്തു. ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ തരണം ചെയ്യും. ഈ ഉണ്ണിയിൽ ആദരവോടുകൂടി ഇരുന്നു കൊള്ളുവിൻ. ഇങ്ങനെയെല്ലാം അവിടുന്ന് ശ്രീഹരി തന്നെയാണെന്ന് തുറന്നു പറയാതെ ആ ഗർഗമഹർഷി നിന്തിരുവടിയെപ്പറ്റി വർണ്ണിച്ചു. ശ്രീ ഗുരുവായൂരപ്പ, ഈ ഗർഗമുനി പോയ ശേഷം സന്തുഷ്ടരായ നന്ദഗോപാദികളാൽ അഭിനന്ദിച്ചോമനിക്കപ്പെടുന്ന ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ എൻ്റെ രോഗം മാറ്റിത്തരണമേ.